വെക്കാൻ പോകുന്നത് അയിലയാണ്. അയില, അതിന് വേണ്ട സാധനങ്ങൾ തേങ്ങയും മുളകും മഞ്ഞളും കൂടി അരച്ചത്, നന്നായിട്ട് അരക്കണം കേട്ടോ. പിന്നെ പച്ചമുളക്, ഇഞ്ചി, ഉള്ളി ചതച്ചത്, വേപ്പില, മൂട്ടുപുളി, പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്ര സാധനങ്ങളിട്ട് ആദ്യം ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് ഇത് ഒന്ന് വഴറ്റുക, അരപ്പൊന്ന് വഴറ്റണം. അപ്പോൾ ഈ കറി എത്ര ദിവസം വേണമെങ്കിലും കേടാകാതിരുന്നോളും. അരപ്പൊന്ന് വഴറ്റിക്കഴിഞ്ഞാൽ നന്നായിട്ട് വഴറ്റണം. നല്ല വെളിച്ചെണ്ണ വേണം കേട്ടോ ഇടാനായിട്ട്. വെളിച്ചെണ്ണ ഇട്ടിട്ട് നന്നായിട്ട് ഇത് വഴറ്റിക്കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ഈ കറി ചീത്തയാകാതിരുന്നോളും. കുറച്ച് ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക്, ഇഞ്ചി, വേപ്പില എല്ലാം, പുളിയും എല്ലാം ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വരട്ടെ. അടിപൊളി അയിലക്കറിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. എന്നിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം. ചീത്തയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും കമൻറ്റ് ചെയ്യണം. അത്ര വലിയ കുക്കൊന്നുമല്ല, എങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യണ രീതി ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ കറി എത്ര ദിവസം ഇരുന്നാലും നന്നായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ആവശ്യത്തിന് വെള്ളം ഇടണം. ഒരുപാട് വെള്ളം ഇപ്പോൾ വേണം കേട്ടോ. മീനിതിപ്പോൾ തിളച്ച് ഒന്ന് ഇത് പറ്റിയൊക്കെ വരുമ്പോൾ ഒന്നും കൂടി പറ്റും. അപ്പം കറക്റ്റ് പാകമായിരിക്കും, നല്ല കുറുകിയിരിക്കും. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകിയിരിക്കും. എണ്ണ തെളിഞ്ഞിരിക്കണം, എന്നാലേ കറി നല്ല കറക്റ്റായെന്നറിയാൻ പറ്റുള്ളൂ. ഇതൊന്ന് ഇതിൻ്റെ തിളച്ച് വരട്ടെ. തിളച്ച് വന്നവരെ നമുക്കൊന്ന് മൂടി വെക്കാം. ഓക്കെ, അതിന് ശേഷം നല്ലോണം ഇത് തിളച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മീൻ എല്ലാം പെറുക്കിയിട്ടാ. അതിന് ശേഷം നല്ലോണം ഇത് തിളച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മീൻ എല്ലാം പെറുക്കിയിട്ടാ. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കണത്. അപ്പോൾ എനിക്ക് മീൻ ഇട്ടപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. മീനിട്ടതിന് ശേഷം ഞാൻ കൈ കഴുകിയിട്ടാണ് പിന്നിട്ട് കാണിച്ചത്. അപ്പോൾ സോറി. അപ്പോൾ ഇനി ഇത് നല്ലോണം തിളക്കട്ടെ. നല്ലോണം തിളച്ച് നല്ലോണം പറ്റട്ടെ. അപ്പോൾ കറിയൊക്കെ പറ്റി റെഡിയായി വരുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിയുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയാവും. അപ്പോൾ താങ്ക് യു.